നമസ്കാരം, എല്ലാവർക്കും ജ്വൽ ബേബീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സൂപ്പാണ്. വെജിറ്റബിൾ സൂപ്പിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ടാകും. പലതരത്തിലുള്ള വളരെയധികം വെറൈറ്റി ആയിട്ടുള്ള സൂപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സൂപ്പാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സൂപ്പാണ്. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഇത് കഴിച്ചോളും. ഭക്ഷണത്തിന് മുൻപൊക്കെ ഇതുപോലെ വെജിറ്റബിൾ സൂപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാവരും കഴിച്ചോളും. മാത്രമല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് ഗുണമുള്ള ഒരുപാട് വൈറ്റമിൻസ് ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തടി കുറയ്ക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പ് കൂടിയാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ്. ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് മതി, അധികം വലുതൊന്നും വേണ്ട. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി മതി. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബീൻസാണ്. ഇതൊരു 4 ബീൻസ് ഉണ്ട്. ആ 4 ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റാണ്. വലുതാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം മതി. ചെറിയൊരു ക്യാരറ്റാണ്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് എടുത്തു. പിന്നെ ഇനി വേണ്ടത് നമുക്ക് സവാളയാണ്. ഇത് ഞാൻ ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഞാൻ കുക്കറിലാണ് കേട്ടോ വയ്ക്കുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമയം അധികം പോകരുത്, അതിന് വേണ്ടിയിട്ടാണ് കുക്കറാണ് ഞാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. കുക്കർ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം അധികം ആവരുത് കേട്ടോ, കുറച്ച് വെള്ളം മാത്രം മതിയാകും. എന്നാലേ സൂപ്പ് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് വെള്ളം വേണ്ട. ഈ പച്ചക്കറി ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാനുള്ള വെള്ളം മാത്രം മതിയാകും. വെള്ളം ഒന്ന് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് അല്പം ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വേവിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറി അധികം വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകും. ഒരു വിസിൽ വരണ്ട. വിസിൽ വരാനായിട്ട് ഇങ്ങ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ തീ ഓഫ് ചെയ്യുക. അപ്പോൾ ആ കുക്കറിനകത്ത് അതിലെ ആവിയിലിരുന്ന് അത് വെന്തോളും. ഇപ്പോൾ ഇവിടെ ഒരു വിസിൽ വന്നേക്ക് മുമ്പ് ഞാൻ ഓഫ് ചെയ്തു. അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞപ്പം ഞാൻ കുക്കർ തുറന്ന് നോക്കി. അപ്പോൾ പച്ചക്കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും വേവ് മതി, അധികം വേവണ്ട. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി നമുക്കിത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അത്രയും മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ട. നല്ല പേസ്റ്റ് പോലെ ആവണം എന്നില്ല, ചെറുതായിട്ട് പച്ചക്കറി അതിൻ്റെ ഉള്ളിൽ കിടന്നോട്ടെ, നമുക്ക് ജസ്റ്റ് ഒന്ന് കടിക്കാനായിട്ട്. അതുപോലെ ഞാനിവിടെ ഈ വെന്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ക്യാരറ്റ് ബീൻസൊക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് സൂപ്പിലേക്കൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പച്ചക്കറികളൊക്കെ നന്നായിട്ട് അരഞ്ഞു കഴിയുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടിക്കാൻ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറികളെല്ലാം കൂടെ മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. അടിച്ചെടുത്തപ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഉപ്പ് പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അല്പം കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എരിവും കൂടി ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്വാദാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഉപ്പുപൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു. ഇപ്പോൾ അതാ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഈ സൂപ്പ് നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പച്ചക്കറികൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് എല്ലാവർക്കും തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അതുമാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇത് ഇഷ്ടമാകും. ഇതിന് നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല ഇത് വളരെയധികം ഹെൽത്തിയാണ്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചപ്പോൾ കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചില്ലേ, വേവിച്ച ക്യാരറ്റും ബീൻസും ഒക്കെ, അതുകൂടെ ഇതിന് മുകളിലേക്കൊന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പം നമ്മൾ സൂപ്പ് കഴിക്കുമ്പോൾ ഈ പച്ചക്കറികളും ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇത് എന്തായാലും കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികൾ ഇത്രയും അവരുടെ ഉള്ളിലേക്ക് എത്തുമല്ലോ. ഇങ്ങനെയൊക്കെ നമുക്ക് അവരെ കഴിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡയറ്റ് ചെയ്യുന്ന എല്ലാവരും ഇതൊന്ന് കഴിച്ചു നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ് എല്ലാം ഇതിൽ നിന്ന് കിട്ടും.
വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഈ സൂപ്പ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായി വീണ്ടും എത്താം. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.